കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നോമ്പ് തുടങ്ങിയ സ്ഥിതിക്ക് എല്ലാവർക്കും ഈസി ആയിട്ടുള്ള സ്നാക്സ് ആയിരിക്കും ഇനി വേണ്ടതല്ലേ. കാരണം നമുക്ക് അടുക്കളയിൽ ഒരുപാട് സമയമൊന്നും നിൽക്കാനായിരിക്കും നോമ്പിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ജോലി തീർക്കാന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും ഇന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ റോളാണ് കേട്ടോ. ബ്രെഡും ചിക്കനും ഒക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബട്ടർ ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് അത് പറയേണ്ടതില്ലല്ലോ, ഭയങ്കര ടേസ്റ്റിയാണത്. ബട്ടർ ചിക്കൻ ഇഷ്ടമുള്ള എല്ലാവരും തന്നെ ഈ ഒരു സ്നാക്സും ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബട്ടർ ചിക്കൻ റോള് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ബട്ടർ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 200 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് സ്ട്രെയിനറിലിട്ട് അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ചൊരു 2 നുള്ളു വരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലകളൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും വെച്ചിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതിവിടെ അടച്ച് വെച്ചിരിക്കുകയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും കഴിയുന്ന സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതൊരു വലിയ സവാളയാണ്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാവുന്നതാണ്. അപ്പോൾ സവാള ഈ ബട്ടറിലേക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒരല്പം ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ആ ഒരു സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. സവാള ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട കേട്ടോ. കുറച്ചൊന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ തന്നെ ചിക്കൻ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കൂടെ ചിക്കൻ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനിലും ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. തക്കാളിയും ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയത് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇനി ഏറ്റവും അവസാനം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനിൽ ഫ്രഷ് ക്രീം ചേർക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഥവാ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പശുവിൻ പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഏതാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ചേർത്താൽ മതി. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ട്. അത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ബട്ടർ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാണ്. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ബ്രെഡ് നമുക്ക്
ഒരു നേരിയതായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. വളരെ നേരിയതായിട്ട് നമുക്ക് പറ്റുന്ന അത്രയും നേരിയതായിട്ട് ഈ ബ്രെഡ് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ബ്രെഡ് എങ്ങനെയാണ് പരത്തിയെടുക്കാൻ പറ്റുന്നത്, പൊട്ടിപ്പോയില്ലേന്നൊക്കെ. ബ്രെഡ് നമ്മൾ വാങ്ങിയ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേത്തെ ദിവസമാണെങ്കിൽ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. 2-3 ദിവസമൊക്കെ വെച്ചിട്ട് പഴക്കമുള്ള ബ്രെഡാണെങ്കിലാണ് നമ്മൾ പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പുതിയ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അതായത് വാങ്ങിയ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പൊട്ടിപ്പോവാതെ പരത്തിയെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ നല്ല നേരിയതായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങിൽ നിന്നും 1-2 ടേബിൾ സ്പൂൺ, ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൈദയും കുറച്ച് വെള്ളവും ചേർത്തിട്ടുള്ള പേസ്റ്റ് റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഈ പേസ്റ്റ് നമ്മുടെ ഈ ബ്രെഡിൻ്റെ 3 ഭാഗത്തും, ഫസ്റ്റ് ഭാഗത്ത് വേണ്ട കേട്ടോ, റോള് ചെയ്യുന്ന ഭാഗത്ത് വേണ്ട, ബാക്കി 3 ഭാഗത്തും പേസ്റ്റ് ഇതുപോലെ നന്നായിട്ട് വിരൽ വെച്ചിട്ട് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ഒരു പ്രാവശ്യം മടക്കി കൊടുക്കുക. എന്നിട്ട് ആ സമയത്ത് തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. 2 സൈഡും ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതങ്ങ് റോൾ ചെയ്തെടുക്കാം. എളുപ്പമാണ് കേട്ടോ, ബ്രെഡ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ലോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, നമുക്ക് എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ടുള്ളത്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കി റോൾ മുഴുവനും ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ബ്രെഡ് റോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കണം. 2 മുട്ട ഞാൻ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഓരോ റോളും നമ്മൾ സാധാരണ ചിക്കൻ റോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം മുട്ടയിലും അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലും നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം 2 എണ്ണം ഇതുപോലെ റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്യാനിടും. എന്നിട്ട് അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് അടുത്ത 2 എണ്ണം ഉണ്ടാക്കും. അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 റോൾ ഇവിടെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി വെച്ചിട്ടുണ്ട്. ഇതാദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 റോള് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ 2 എണ്ണം കൂടി ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി വെച്ചാൽ മതി. ഇതാണെങ്കിൽ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഇത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് സമയം കൊണ്ട് ഇതിൻ്റെ 2 ഭാഗവും നമുക്ക് മൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ 2 ഭാഗവും മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ഇരിക്കുക. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഉള്ളിലത്തെ ഫില്ലിംഗ് കണ്ടല്ലോ, ഈ ഫില്ലിങ്ങിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകത കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പുറം ഭാഗം നമുക്ക് ബ്രെഡിന് പകരം മൈദ വെച്ചിട്ടുള്ള ചപ്പാത്തി അങ്ങനെ എന്ത് വേണമെങ്കിലും പുറം ഭാഗത്ത് വെച്ച് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങിനാണ് പ്രത്യേകത. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്